ആളുകൾ സിംഗിളായിരിക്കാൻ ഒരു പാർട്ട്ണർ അവരുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. സോ നിങ്ങളൊരു സിംഗിളായ പേഴ്സൺ ആണെങ്കിൽ അതിനും അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരിക്കാം. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെജോറിറ്റി ഓഫ് ആളുകളും സിംഗിളായി ഇരിക്കുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് പറയാനാണ്. സോ നിങ്ങൾക്കിതുവരെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്വാധീനിച്ച കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനായി ശ്രമിക്കുക. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ്. ചില ആളുകൾക്ക് സോഷ്യൽ സ്കിൽസ് വളരെ കുറവായിരിക്കും. സോ ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ളവർ വല്ലാതെ ബുദ്ധിമുട്ടും. തൻ്റെ ഫീലിങ്സ് പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനോ ഇത്തരത്തിലുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായേക്കാം. സോ ഇത്തരത്തിൽ കോൺഫിഡൻസ് ഇല്ലായ്മ ഇവരെ മറ്റുള്ളവർക്കിടയിൽ അൺഅട്രാക്റ്റീവും അൺഅപ്രോച്ചബിളുമാക്കി മാറ്റും. നമ്പർ 2, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്. ചില ആളുകൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് മറ്റൊരാളോട് കണക്ഷനോ അട്രാക്ഷനോ ഉണ്ടാവുന്നത് കുറവായിരിക്കും. അമിതമായി പെർഫെക്ഷൻ നോക്കുന്നത് പൂർണ്ണമായ സംതൃപ്തി ഇല്ലായ്മയ്ക്ക് കാരണമായേക്കാം. സോ അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്തുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ വൈകാരിക രൂപത്തിനു പകരം ശാരീരിക രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. നമ്പർ 3, ഫിയർ ഓഫ് റിജക്ഷൻ ആൻഡ് ഇൻസെക്യൂരിറ്റി. ചില ആളുകൾ അവർക്ക് ഹേർട്ടാകും അല്ലെങ്കിൽ നിരസിക്കപ്പെട്ടേക്കാം എന്നുള്ള ഭയം കൊണ്ട് അവരൊരു റിലേഷൻഷിപ്പിൻ്റെ ചാൻസ് തന്നെ ഒഴിവാക്കാനായി ശ്രമിക്കുന്നു. ഒരു ലോ സെൽഫ് എസ്റ്റീമുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർ സ്നേഹത്തിന് യോഗ്യരല്ലെന്ന് സ്വയം വിശ്വസിക്കുന്നു. അഞ്ചാമത്തേതാണ് പ്രയോറിറ്റൈസിങ് കരിയർ ഓർ പേഴ്സണൽ ഗോൾസ്. ചില ആളുകൾ അവരുടെ കരിയർ ഗ്രോത്ത്, ഹോബികൾ അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു റിലേഷൻഷിപ്പ് വേണമെന്നോ അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫീൽ തന്നെ ഉണ്ടായിരിക്കില്ല. സോ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് അവരിലേക്കും അവരുടെ ലക്ഷ്യങ്ങളിലേക്കും ആയിരിക്കും. നമ്പർ 6, നെഗറ്റീവ് പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഹെർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചതിയോ വഞ്ചനയോ നിറഞ്ഞ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസുകൾ. സോ ഇതവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ കണ്ടു മനസ്സിലാക്കിയതോ ആകാം. സോ ഇത്തരത്തിലുണ്ടാകുന്ന കാരണങ്ങളെല്ലാം അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിച്ചേക്കാം. അവർക്ക് പ്രണയത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടമാക്കിയേക്കാം. നമ്പർ 7, പുവർ അപ്പിയറൻസ് ഓഫ് ഹൈജീൻ. ശാരീരിക രൂപമാണ് എല്ലാമെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും നമ്മുടെ ശാരീരിക രൂപം നമ്മളെ മറ്റുള്ളവർക്കിടയിൽ അട്രാക്റ്റീവാക്കി മാറ്റുന്നുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമായ ഒന്നാണ്. സോ ബേസിക് ഗ്രൂമിങ്, ഫിറ്റ്നസ്, അതുപോലെ ഡ്രസ്സിങ്, സോ ഇതെല്ലാം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ അട്രാക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ കെയർ ചെയ്യാനോ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ സോ ഇത് മറ്റുള്ളവർക്കിടയിൽ നിങ്ങളെ വളരെ ബാഡ് പേഴ്സണാക്കി മാറ്റാനും അത്തരത്തിലൊരു ഇമേജ് അവരിൽ ഉണ്ടാകാനും കാരണമാകും. സോ ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇത്തരത്തിലുള്ളവരെ ഇഷ്ടപ്പെടുകയോ സമീപിക്കുകയോ ചെയ്യുന്നില്ല. നമ്പർ 8, ഇമോഷണൽ അൺഅവൈലബിലിറ്റി. ചില ആളുകൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ തുറന്നു പറയുന്നതിനോ വളരെയധികം ബുദ്ധിമുട്ടുന്നു. സോ ഇത് അവരുടെ റിലേഷൻഷിപ്പ് വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു. നമ്പർ 9, ഇൻട്രോവേർഷൻ ഓർ സോഷ്യൽ ആൻസൈറ്റി. സാമൂഹിക സാഹചര്യങ്ങളിൽ ഷൈ ആയിരിക്കുകയോ അല്ലെങ്കിൽ അൺകംഫർട്ടബിളായി ഇരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനോ അതിനെ നിലനിർത്താനോ മിക്കവാറും സാധിക്കാറില്ല. സോ ഇവരുടെ ഭയം, ലജ്ജ ഇതെല്ലാം അവരെ പിന്തിരിപ്പിക്കുന്ന കാരണങ്ങളാണ്. നമ്പർ 10, ജസ്റ്റ് പേഴ്സണൽ ചോയ്സ്. ചില ആളുകൾക്കൊരു റിലേഷൻഷിപ്പ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ വേണമെന്നോ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. സോ ഈ ഒരു പേഴ്സണൽ ചോയ്സ് കാരണം അവരവരുടെ ലൈഫിൽ സിംഗിളായിരിക്കാനായി ഇഷ്ടപ്പെടുന്നു.